ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫിഷിങ്ങിന് പോവല്ല. ഇന്ന് ഒരു സാധനം പണിയാൻ പോവാം. സാധനം നമ്മൾ നേരത്തെ പണിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടായിട്ടാണ് വീഡിയോ ഇടുന്നത്, കാരണം ലെങ്ത്ത് കൂടുതലുണ്ടായതുകൊണ്ട് രണ്ടായിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് പകുതി മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ, ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിലിടും കേട്ടോ. അപ്പോൾ എന്ത് പണിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി സൈറ്റിലോട്ടൊന്ന് പോയിട്ട് വരാം കേട്ടോ. ഇത് 14-ൻ്റെ നട്ട കേട്ടോ, 14-ൻ്റെ നട്ട. നമുക്ക് കുറേ ഉണ്ട്, മൊത്തം 14-ൻ്റെ കേട്ടോ, 14-ൻ്റെ നട്ട. ഇത് വെച്ചൊരു കാര്യം പണിയാൻ പോകും. ഞാൻ വെച്ചാൽ നമ്മൾ വെൽഡ് ചെയ്യുന്നത് കേട്ടോ, എല്ലാം വെച്ച് സെറ്റ് ചെയ്തിട്ട് വെൽഡ് ചെയ്യുന്നത്. മറ്റ് ഐറ്റങ്ങളൊന്നുമില്ല, ഒന്ന് വെൽഡ് ചെയ്തെടുക്കണം. എത്രയും സക്സസ് ആവുമെന്ന് അറിയത്തില്ല. ഇത് മൊത്തം റബ്ബറാണ്. നമ്മൾ ശ്രമിച്ചു നോക്കട്ടെ, വെൽഡ് ചെയ്ത് നോക്കാം. ക്യാമറയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. നല്ലപ്പോഴ വെൽഡ് ചെയ്യുന്നത്, നല്ലപ്പോഴല്ല, വലിയ രീതി അറിയത്തില്ല, എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. വേറെ ഐറ്റങ്ങളൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. അതുകൊണ്ട് 2 സ്പാൻഡർ എടുത്തിട്ട് ഞാൻ ചരിച്ച് വെച്ച് നട്ടെടുത്ത് അതിനകത്ത് വെച്ച് റബ്ബർ എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ട് തെറ്റി മാറത്തില്ല, അവിടെ തന്നെ ഇരിക്കും. ഒരു ഐഡിയ നോക്കിയതാണ്, എന്തായാലും അതങ്ങ് കറക്റ്റായി. റബ്ബർ കുറേ ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയതിന്. ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടേപ്പോ എന്തെങ്കിലും എടുത്ത് ചുറ്റി ടൈറ്റ് ചെയ്യും. നമ്മൾ റബ്ബർ കെട്ടുന്നതിൻ്റെ അത്രയും ടൈറ്റായി നിൽക്കത്തില്ല ഈ ടേപ്പൊക്കെ വെച്ച് ചുറ്റി കഴിഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഭാഗ്യമുണ്ട്, റബ്ബർ ഉണ്ടായിരുന്നു. എന്തായാലും ഈ നട്ടൊക്കെ നമ്മൾ ഇച്ചിരി മുമ്പേ പോയി മേടിച്ചുകൊണ്ട് വന്നേ ഉള്ളൂ. മേടിച്ചുകൊണ്ട് വന്ന് ഒരെണ്ണം പണിയാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുക. അപ്പം നമുക്ക് നല്ലൊന്ന് വെൽഡ് ചെയ്ത് നോക്കാം. എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല, നല്ലൊന്ന് ശ്രമിച്ച് നോക്കാം. ഒക്കെ ആയെന്ന് അറിയാൻ വയ്യ.
വെള്ളത്തിലെടുത്തിട്ട് കേട്ടോ. അതുപോലെ ഒരെണ്ണോടെ പണിയണം. അത് ചൂടൊന്ന് മാറട്ടെ. ഒരുവിധം ഒപ്പിച്ചെടുത്ത് കേട്ടോ. ഒരുവിധം നമ്മൾ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു 4 എണ്ണം കൂടെ ബിൽഡ് ചെയ്യാം. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നല്ല രീതി ബിൽഡ് ചെയ്യാൻ അറിഞ്ഞൂടാ കേട്ടോ. അപ്പോൾ അടുത്ത ഒരു 4 എണ്ണം കൂടെ ഒന്ന് ബിൽഡ് ചെയ്യേ. അതുപോലെ ഒരു 4 എണ്ണം കൂടെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തേ. 14ൻ്റെ നട്ടാണ് അത് കേട്ടോ. 4 എണ്ണം കൂടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് അടിച്ചു നോക്കാം. പണിയായതൊന്നും ഇല്ലെന്നും പറഞ്ഞ് വിഷമിക്കേണ്ട. ഇതുപോലെ കുറേ റബ്ബറും ഇതുപോലെ 2 സ്പാൻഡറും ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു സാധനവും ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നിർത്താം. 1 2 റബ്ബർ ഇടരുത്, കുറേ വാരി അങ്ങ് ചുറ്റണം. എന്നെങ്കിലേ നല്ല ടൈറ്റിൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഐറ്റം നമ്മുടെ കയ്യിലുണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ ആഹപ്പെട്ടിരുന്നേ. എങ്ങനെ അത് ചെയ്തെടുക്കുമെന്നേ ആഹപ്പെട്ടിരുന്നേ. ഒരു ഐഡിയയും കിട്ടുന്നില്ല. അവസാനം ഇങ്ങനെ ഇച്ചിരി നേരം നിന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഈ ഒരു ഐഡിയ വന്നത്. ആ ഐഡിയ ഞാനൊന്ന് ചെയ്തു നോക്കിയത്. ആ സ്പാൻഡറിനകത്ത് നട്ട് വെച്ചത് എന്തായാലും അത് കറക്റ്റായി. ഓക്കെ, 4 സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇനി എല്ലാം ഒന്ന് തട്ടി ലെവൽ ചെയ്യട്ടെ. അടുത്ത് വെള്ളത്തിൽ ഇട്ട് ചൂടൊന്ന് മാറട്ടെ. അപ്പോൾ അത് ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് നമ്മൾ റെഡിയാക്കി. 2 എണ്ണം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. 2 എണ്ണം സെറ്റാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത പരിപാടിയിലേക്ക് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം കേട്ടോ. ഈ പാകത്താണ്ട് ഈ മന ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതുപോലെ ചതുരം പോലെ ആക്കണം കേട്ടോ. ഇതുപോലെ ചതുരം പോലെ ആക്കണം. അപ്പോൾ അതൊന്ന് റെഡിയാക്കട്ടെ.
ഇനി അടുത്ത പരിപാടി തുടങ്ങാം. ഒരു 4-5 വീതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വീതിയിൽ വെച്ചടിച്ചു. കാരണം നമ്മളിതെല്ലാം വെൽഡിങ്ങിൻ്റെ പരിപാടി ആയതുകൊണ്ട് 4-5 വീതിയിൽ ഇട്ട് നോക്കട്ടെ. അപ്പോൾ അത് കറക്റ്റ് ആവുമെന്നെങ്കിൽ നമുക്കതനുസരിച്ച് അടുത്തത് ഇതേ മോഡലിൽ അടുത്തത് പണിയാം. 4-5 വീതിയിലാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഹൂക്കുണ്ട്, 6 mm ഒരു ഹൂക്കുണ്ട്. നമ്മുടെ സീലിംഗ് ഹൂക്കുണ്ടല്ലോ, ഫാനൊക്കെ തൂക്കിയിടുന്നത്, സീലിംഗ് ഫാനൊക്കെ തൂക്കിയിടുന്നത്, അതിൻ്റെ ആ ഹൂക്കാണ് കേട്ടോ. അത് കട്ട് ചെയ്തത് ഇവിടെ കിടന്നതാണ്, അതെടുത്ത് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതിൻ്റെ ബാക്കി നമ്മൾ ഉടനെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഫുൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇതുകൊണ്ട് നമുക്കൊരു ഫിഷിങ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതൊക്കെ പോകണം. എന്തായാലും നമ്മൾ ജോലിയൊക്കെ ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് എന്നാലും നമുക്കിത് ഒന്ന് റെഡിയാക്കി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട. വീഡിയോ ഒരുപാട് സമയം പോകുന്നു പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ അടുത്ത ദിവസം തന്നെ നമ്മളത് വീഡിയോ നമ്മൾ ഓപ്പൺ ആക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി.